IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. ഞാനേ എന്നെങ്ങനെ ഇരിക്കണ വെറുതെ എന്തെങ്കിലും പറഞ്ഞങ്ങ് തുടങ്ങാം. എന്തൊരു എളുപ്പം കാണുന്നതല്ലേ ചോദിച്ചോളൂ. ചോദിക്കുന്നേ അങ്ങനെയല്ല. ഒരു സഭാഗം കുറച്ചായല്ലോ കണ്ടിട്ട്, ഒരാഴ്ച 2 ആഴ്ച അല്ലേ നമ്മളെ കണ്ടില്ല. 2 ദിവസം അതെ അതെ അതെ. പക്ഷെ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി സാറിൻ്റെ പടം അല്ലേ, വർഷങ്ങളോളം നമ്മൾ കാത്തിരുന്ന ഒരു സിനിമ. അദ്ദേഹം ഒരു ഡയറക്ഷനിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മലയാള സിനിമ ഒന്നടക്കം വന്ന് ഏറ്റെടുത്താണ്. ഞാൻ ലോഞ്ച് സമയത്ത് ഞാൻ പോയി. മലയാളത്തിലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്റർമാരെല്ലാം ഒന്നിച്ചുകൂടി ഒരു സിനിമയുടെ പൂജാവേദിയിൽ ഞാൻ അന്ന് സ്വാമി സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡയലോഗുണ്ട്. എങ്ങനെയാണ് ധ്യാനിലേക്ക് എത്തിയെന്ന് ഞാൻ ചോദിച്ചു. അന്ന് സ്വാമി സാറിന് ഞാൻ പുതിയ ആളുകളെ തേടിപ്പോവാണ്, എനിക്ക് പുതിയ പിള്ളേരുടെ കൂടെ കൂടണം. 73-ാം വയസ്സിലും 37-ാം വയസ്സിൻ്റെ ചുറുകുറുക്കാണ് എനിക്കുള്ളതെന്നാണ് എന്നോട് സ്വാമി സാർ പറഞ്ഞത്. ആ ചുറുകുറുക്കുണ്ടായിരുന്നു. അത് നമ്മുടെ ഭാഗ്യം. അല്ല, അങ്ങനെ ആകുമ്പോ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പ്രായം തെറ്റിയ പ്രായത്തില്. നമ്മൾ 5 പേര് ഈ സിനിമയിലുണ്ട് ഇല്ലേ? ഉണ്ട്. ഈ സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു സീക്രട്ട് ആയിട്ട് പുള്ളി വെക്കണം. അതാണോ ഈ സിനിമയുടെ സീക്രട്ട്? ഉണ്ടെന്നുള്ളതായിരുന്നു ഇതിന്റെ സീക്രട്ട്. നമ്മൾ വെളിപ്പെടുത്തി. അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് നിന്ന്. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. എത്ര നല്ല സ്ക്രിപ്റ്റുകൾ അല്ലേ, എല്ലാ ഹിറ്റുകളിലും സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു ഡയറക്ഷനിലേക്ക് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു? ധ്യാനൊക്കെ സബ്ജക്റ്റ് കേൾക്കുകയും സ്വാമി സാറിന് കൂടെ അഭിനയിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു ധ്യാനം? നമ്മള് ചില നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ SN സ്വാമി കഥാതിരക്കഥ സംഭാഷണം പണ്ട് നമ്മൾ ഏറ്റവും പുളകം കൊള്ളിച്ച അല്ലെങ്കിൽ ഗൂസ് ബംസ് എന്ന സിനിമകളാണ്. 20-ാം നൂറ്റാണ്ടായിക്കോട്ടെ, CBI ആയിക്കോട്ടെ, ഈ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം ഒരു സംവിധായകനാവുന്നു. കാരണം പുള്ളിയുടെ മനസ്സിലങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം, പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നു. സിനിമ എനിക്കൊന്ന് ഇവിടെ തൊട്ടപ്പുറത്താണ് നമ്മൾ മീറ്റ് ചെയ്ത്, BTH മീറ്റ് ചെയ്യുന്നു. എന്നോട് ഇങ്ങനൊരു ഐഡിയ പറയുന്നു, ഇതാണ് സിനിമ, കഥയല്ല, ഇങ്ങനൊരു കൺസെപ്റ്റ് വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ ഫസ്റ്റ് നമ്മളെപ്പോലെ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ കഥ ആലോചിക്കുന്നത്, അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടും, ഈ സിനിമയുടെ വിഷയം അത് തന്നെയാണ്, ഫെയ്റ്റ്, ഡെസ്റ്റിനി, നിമിത്തം. അപ്പം നമ്മളതിനെ എന്തോ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് സാറിൻ്റെ സിനിമ, കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. സാറ് നമ്മളെ ആലോചിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആലോചിച്ചല്ലോ. അത് ആ തോട്ടിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ട് ബ്ലൈൻഡായിട്ട് നേരെ വന്നിട്ട് ചില സിനിമകളെ അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഏട്ടൻ്റെ സിനിമയാണ്. ഏട്ടൻ്റെ പടം കഥ അറിയണ്ട, ഒന്നും അറിയണ്ട, പൊതുവേ അറിയണ്ട, എന്നാൽ പോലും ഇതിന് തീരെ അറിയണ്ട, ഒരു പരിപാടി അറിയണ്ട, ഈ ഐഡിയ പറയുന്നു. അത് ഐഡിയ എന്തായിക്കോട്ടെ, സാറിൻ്റെ സിനിമയുടെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലാണ്. കാരണം നമ്മൾ അത്രയും ഐഡലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ചുരുക്കം ചില റൈറ്റേഴ്സേ ഉള്ളൂ മലയാളത്തിൽ അങ്ങനെ നോക്കുമ്പോൾ. അത് പുതിയ ജനറേഷനിൽ വളരെ വരുവാം. പഴയ അച്ഛൻ്റെ കാലത്തുള്ള റൈറ്റേഴ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ലോയ് സാറും സ്വാമി സാറും, അച്ഛൻ അല്ലെങ്കിൽ ഡെനിസ് ജോസഫ്, ആ ലീഗിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ടോപ്പ് മെയിൻ സ്ട്രീം റൈറ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മളൊരു പാർട്ടാവുക എന്നുള്ളത് അതിലെന്ത് ചെറിയൊരു പരിപാടിയാണെങ്കിലും. അത് ഞാൻ നായകനാണെന്ന് പോലും എനിക്കറിയില്ല അന്ന് പോകുമ്പോൾ. നായകനാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതിൽ ഞാനാണ് ലീഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതിനപ്പുറമുള്ളൊരു സന്തോഷം അറിയില്ല. അപ്പോൾ കഥയോ അല്ലെങ്കിൽ അതൊന്നും ഒരു മാനദണ്ഡമല്ല ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്നേഹം, നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ മലയാളം സിനിമ എല്ലാ ഫ്രറ്റേണിറ്റിയിലെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു സിനിമ, സാറിൻ്റെ ഒരു സിനിമ, അതും അതിൻ്റെ ഒരു സക്സസ്സും. അപ്പോൾ ഈ പ്രൊജക്റ്റിനൊരു ഗുഡ് വില്ലുണ്ട്. ഇത് അനൗൺസ് ചെയ്ത സമയം തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ സാറിങ്ങനെ ഡിസിഷൻ എടുത്ത് തൊട്ടിട്ട്
മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫ്രറ്റേണിറ്റിയിൽ, സിനിമ ഫ്രറ്റേണിറ്റിയിലെ ആൾക്കാരായിക്കോട്ടെ, ഇൻഫാക്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന പലരും നമ്മളെ സിനിമയിൽ ബന്ധപ്പെടില്ലാത്ത ആൾക്കാർ പോലും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, സാറിൻ്റെ സിനിമ എന്തായി, സാറിൻ്റെ പടം എപ്പോഴാണ് റിലീസ്. അപ്പോൾ അത്രത്തോളം ഗുഡ് വില്ലുള്ള ഒരു ആസ് എ പേഴ്സൺ പുള്ളിനെ, ഒരു റൈറ്ററിനുപരി ആസ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവർക്കും സ്വാമി സാർ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, വേറെ രീതിയിലൊരു സ്നേഹവും അനുകമ്പയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഫീലിംഗ് ആയിരിക്കും നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്, കോമൺ ഫീലിംഗ് ആണ് പറഞ്ഞത്. അപ്പം കംപ്ലീറ്റ്ലി സാറിൻ്റെ ക്രെഡിറ്റിൽ പോകുന്ന സിനിമ, സാറിൻ്റെ സിനിമ, അതും നമ്മൾ ഇൻഫാക്ട് ഇക്കയുണ്ട് ഈ സിനിമയിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുഡ്വില്ല് കൂടി എല്ലാത്തിനും മറ്റേ നമ്മള് മറ്റേ കണ്ണു വെക്കാതിരിക്കാൻ ഇപ്പൊ പറഞ്ഞത് ഒരു ഇതെങ്കിലും സാധനമുണ്ട്. പക്ഷെ എനിക്ക് അല്ല അതിപ്പോ അല്ല കണ്ണു കിട്ടാ നിന്നതാണെങ്കിലും എനിക്ക് തിയേറ്ററില് ആളുകൾ കാണുമ്പോൾ ശരിക്കും ചീത്ത വിളിക്കുന്നുണ്ടല്ലോ എനിക്ക് താനെ. അത് മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ ഈ സിനിമയിൽ. എനിക്ക് വിളിക്കാൻ പറ്റില്ല ആ സീനിൽ. അതാണ് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ, അതെനിക്ക് അത് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ അതെന്താന്നുള്ളത്. പക്ഷെ ഉടനെ മണിക്കൂട്ടൻ അതിനകത്ത് കയറി പിടിച്ചത് ഞാൻ പോലും അത്ര ചിന്തിച്ചില്ല. മണിക്കൂട്ടൻ അതാണ് കൊണ്ടേ എത്തിച്ചോ. മണിക്കൂട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. 20 വർഷമായി സിനിമ വന്നിട്ട്. ഇരിക്കേണ്ട ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഹീറോ ആയാണ്. 20 വർഷം 25 വയസ്സിൽ വന്നതാ, 20 വർഷമായി. ദുഷ്ട. ഞാൻ എനിക്കതിന് വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ നായകനായിട്ട്, വളരെ ചെറുപ്പത്തിൽ നായകനായിട്ട് വന്നു. ഇലക്ഷൻ ഐ ഡി ഡ്രൈവിംഗ് ഒക്കെ കിട്ടണതിന് മുമ്പ് പിടിക്കാൻ പറ്റും കേട്ടോ. ഞാൻ അടുത്ത് ഒപ്പം പിടിക്കാൻ പറ്റിയ ആളാ മണിക്കൂട്ടൻ. അല്ല, ഞാൻ ഈ സിനിമ യഥാർത്ഥത്തിൽ സ്വാമി സാർ വിളിച്ച സമയത്ത് ഞാൻ ധ്യാനായിട്ടായിരുന്നു ആദ്യത്തെ സീൻ എടുത്തത്. അപ്പൊ ഞാൻ അളിയാ നമ്മൾ തമ്മിലൊരു ഇന്റർവ്യൂ വരെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അല്ല, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് നിങ്ങളിടയിൽ ഒന്ന് ഇരിക്കാൻ സാധിച്ചു. അതായത് കമലഹാസൻ, ശ്രീദേവി, അങ്ങനെ പോലെ ഒരു ഇന്റർവ്യൂല്ലേ, മോഹൻലാൽ, ശോഭന പറയുന്ന ആ ഒരു ഇതിലോട്ട് ധ്യാൻ ആ ഒരു ഇന്റർവ്യൂ, അതൊരു കോംബോ ഉണ്ട് നിങ്ങളുടെ. ആ കോംബോയുടെ ഇടയിൽ നമ്മൾ അല്ല, എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്ത ആളാരാന്ന് വെച്ചാൽ ഞാനായിരിക്കും. എല്ലാ വില്ലേജ് സിനിമ ഇറങ്ങിയല്ലോ. ഏതൊരാളും ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തു. ചേട്ടൻ മാത്രമല്ല, ഇക്ക മാത്രമല്ല, എല്ലാവരും ഹൈദരാബാദിൽ മാത്രമല്ല. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.